പ്രണയിനി ഭാഗം 35. തൊട്ടുമുന്നിൽ അസുരരൂപത്തിൽ നിൽക്കുന്ന എട്ടിയെ കണ്ടപ്പോൾ തന്നെ അരുവിലുള്ള നന്ദൻ്റെ പിടി അവൻ പോലും അറിയാതെ അയഞ്ഞിരുന്നു. പന്ന ഡാഷ് മോനെ, എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നീ എൻ്റെ പെണ്ണിന് മേലെ കൈവച്ചേ? അലറിക്കൊണ്ടവൻ മുന്നിൽ നിൽക്കുന്ന നന്ദൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടുന്നതോടൊപ്പം പേടിച്ച് വിറയലോടെ നിൽക്കുന്ന ആരുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ടവൻ്റെ നെഞ്ചോട് ചേർത്തിരുന്നു. ഇച്ഛായ ഉടലാകെ വിറച്ചുകൊണ്ടവൾ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട് തേങ്ങിക്കരഞ്ഞപ്പോൾ അവളുടെ കണ്ണുനീർ അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞു തുടങ്ങിയപ്പോൾ എട്ടിക്ക് നന്ദനെ കൊല്ലാൻ തോന്നി. ആ സമയം നന്ദൻ്റെ അലർച്ച കേട്ട് അകത്ത് നിന്ന് അപ്പുവും കീർത്തവും അവർക്ക് പിറകിലായി ശില്പയും അവിടെ ഓടി വന്നിരുന്നു. ഓടിക്കിതച്ചുകൊണ്ട് വന്ന അവർ കാണുന്നത് നെഞ്ചിൽ കൈ ഒഴിഞ്ഞുകൊണ്ട് നിലത്തു നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന നന്ദനെയും അവനെ കലിയോടെ നോക്കിക്കൊണ്ട് ആരുവിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന എഡിയെയുമാണ്. എഡി, എന്താടാ, എന്താ പറ്റിയേ? ആരു എന്തിനാ കരയുന്നത്? ചേട്ടായി, എന്താ സംഭവിച്ചത്? ആരു, എന്താ പറ്റിയേ? അവർക്കരികെ വെപ്രാളത്തോടെ ചെന്നുകൊണ്ട് അപ്പുവും കീർത്തവും ചോദിച്ചു. എന്തു പറ്റി നന്ദാ എന്ന് ചോദിച്ചുകൊണ്ട് ശില്പ നിലത്ത് വീണ് കിടക്കുന്ന നന്ദനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ അവരിലായിരുന്നു എഡിയുടെ മിഴികൾ അപ്പോഴും. നീ എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ എഡി? ഒന്നും മിണ്ടാതെ കലിപ്പിൽ നിൽക്കുന്ന എഡിയോട് ഇത്തവണ അപ്പു കുറച്ച് ശബ്ദം ഉയർത്തിയായിരുന്നു ചോദിച്ചത്. എന്തുണ്ടാവാനാ? ദേ, ആ ഡാഷ് മോൻ എൻ്റെ പെണ്ണിനെയും കൊണ്ട് കടന്നു കളയാൻ ശ്രമിച്ചു. അത് തന്നെ, അവനെ കൊല്ലുക വേണ്ടത്. അലറിക്കൊണ്ടവൻ നന്ദന് നേരെ പാഞ്ഞെടുക്കാൻ നോക്കിയപ്പോൾ അവനെ അതിന് സമ്മതിക്കാതെ മുറുകെ പിടിച്ചുകൊണ്ട് ആരു അവൻ്റെ കഴുത്തിൽ മുഖം അമർത്തി. വേണ്ട ഇച്ഛായ, എനിക്ക് പേടിയാ, അടിയാക്കല്ലേ. പേടിയും വെപ്രാളവും കാരണം അവളുടെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. കാരണം അത്രമേൽ നന്ദൻ്റെ പ്രവൃത്തി അവളിൽ നടുക്കം സൃഷ്ടിച്ചിരുന്നു. അത് മനസ്സിലായ എഡി ഇരു കൈകൊണ്ടും അവളെ തന്നിലേക്ക് അണച്ചു പിടിച്ചു. ബൊമ്മക്കുട്ടി. ചുറ്റിലും ആൾക്കാർ ഉള്ളതുപോലും പാടെ വിസ്മരിച്ചു കൊണ്ടവൻ ചെറുചിരിയോടെ ആരുവിൻ്റെ ചെവിയിൽ ചുണ്ടമർത്തിയപ്പോൾ ഒരു പിടച്ചലോടെ അവൾ അവൻ്റെ കഴുത്തിൽ നിന്നും മുഖം പൊക്കി അവനെ നോക്കി. ആ സമയം അപ്പുവും കീർത്തവും ഒക്കെ അത്ഭുതത്തോടെ അവനെ നോക്കുന്നുണ്ടായിരുന്നു. കുറച്ചു മുന്നേ വരെ അസുരഭാവത്തിൽ നിന്നവനാണ് അവൻ്റെ പ്രാണന്റെ അരികിലെത്തുമ്പോൾ നിമിഷ നേരം കൊണ്ട് ശാന്തനായത് എന്നവർ ഓർത്തു. ഇച്ചായൻ്റെ ബൊമ്മക്കുട്ടി, ദേ കീർത്തുവിൻ്റെ കൂടെ അകത്തേക്ക് പോയിക്കോ. ഇച്ചായൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു വരാം. അവളുടെ മുഖത്ത് വീണു കിടക്കുന്ന മുടിയിഴകൾ മാറ്റിക്കൊണ്ട് എഡി പറഞ്ഞപ്പോൾ അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ഞാൻ പോകില്ല, ഇച്ചായനും വാ. അവൻ്റെ നെഞ്ചിൽ ബലമായി മുഖം അമർത്തിക്കൊണ്ട് അവൾ പറഞ്ഞപ്പോൾ എഡി ചിരിയോടെ അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ച ശേഷം അപ്പുവിനെ കണ്ണുകൊണ്ട് അടുത്തേക്ക് വിളിച്ചു. ബൊമ്മക്കുട്ടിക്ക് ഇച്ചായന് വിശ്വാസമുണ്ടെങ്കിൽ ദേ അപ്പുവിൻ്റെ കൂടെ ചെല്ല്. ഞാനൊന്നും ചെയ്യില്ലടി പെണ്ണേ. അവൻ അതും പറഞ്ഞ് അവളെ കൊണ്ടൊന്നും പറയാൻ സമ്മതിപ്പിക്കാതെ അപ്പുവിൻ്റെ കൂടെ പറഞ്ഞയച്ചു. അവർക്കൊപ്പം അകത്തേക്ക് നടക്കുന്നുണ്ടെങ്കിലും ആരുവിൻ്റെ മേകൾ എഡിയിലേക്ക് തന്നെ തിരിയുന്നുണ്ടായിരുന്നു. ഒടുക്കം ആരു അകത്തേക്ക് എത്തിയെന്ന് മനസ്സിലായതും അത്രയും നേരം പുഞ്ചിരിച്ചുകൊണ്ട് നിന്ന എഡിയുടെ മുഖം വന്യമായി മാറാൻ തുടങ്ങി. തങ്ങൾക്ക് കുറച്ചകലെയായി ഒരു മരത്തിൽ ചാഞ്ഞിരുന്ന് ആനുശ്വാസം വലിക്കുന്ന നന്ദനെ എഡി ഒന്ന് നോക്കി. ശില്പ ആണേൽ ദേഷ്യത്തോടെയും അതിലുപരി സങ്കടത്തോടെയും അവൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അവരെ നോക്കി നിൽക്കെ കുറച്ചു മുന്നേ നടന്ന സംഭവം എഡിയുടെ ഉള്ളിലേക്ക് ഇരച്ചെത്തിയതും വർദ്ധിച്ച കോപത്തോടവൻ നന്ദൻ്റെ അരികിലേക്ക് പാഞ്ഞു ചെന്ന് അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഇരു കവിളിലും മാറി മാറി അടിച്ചു. ശില്പ എഡിയെ പിടിച്ചു വെക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ടവനെ തടയാനാവുന്നില്ലായിരുന്നു. അപ്പു ആണേൽ ഒക്കെയും കൈയും കെട്ടി നോക്കി കാണുവാണ്. എഡി പ്ലീസ്, നന്ദനെ വിട്, ഒന്നും ചെയ്യല്ലേ, അവനൊരബദ്ധം. മാറി നിൽക്കടി ഡാഷ് മോളെ. പെണ്ണായിപ്പോയി, അല്ലെങ്കിൽ നിനക്കും കിട്ടിയേനെ. അവൻ്റെ ഒരു അബദ്ധം. എൻ്റെ പെണ്ണിനെ തൊട്ട് നീ ഇനി ജീവിക്കണ്ട. വർദ്ധിച്ച കലിയോടെ ശില്പയെ തള്ളിമാറ്റിക്കൊണ്ട് എഡി അതും പറഞ്ഞുകൊണ്ട് നന്ദൻ്റെ 2 കൈയും പിറകിലേക്കാക്കി ശക്തിയിൽ പിടിച്ചു തിരിച്ചു. നന്ദൻ്റെ എല്ല് പൊടിയുന്ന തരത്തിലുള്ള ശബ്ദവും അവൻ്റെ അലർച്ചയും അവിടമാകെ ഉയർന്നു കേട്ടപ്പോൾ അത് കേട്ട് പുറത്തേക്ക് ഓടാനാന ആരുവിനെ കീർത്തു വിടാതെ മുറുകെ പിടിച്ചു. ഇതേസമയം വന്യമായ മുഖത്തോടെ നന്ദൻ്റെ വേദനയെ നോക്കി കാണുകയായിരുന്നു എഡി. അപ്പോൾ അവൻ പൂർണ്ണമായും ഒരു അസുരനായിരുന്നു. തൻ്റെ പ്രാണനു വേണ്ടി അവളെ വേദനിപ്പിച്ചവരെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ തക്ക വെറിയുള്ള അസുരൻ. നന്ദൻ്റെ കയ്യിലെ പിടിമാറ്റിക്കൊണ്ട് ഒന്നുകൂടെ അവൻ്റെ മുഖത്തിട്ട് എട്ടി കൊടുത്തപ്പോൾ അവൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും നിർത്താതെ ചോര ഒലിക്കാൻ തുടങ്ങിയിരുന്നു. അത് കണ്ടപ്പോൾ ഇനിയും നോക്കി നിന്നാൽ ശരിയാവില്ല എന്ന് കണ്ട അപ്പു വേഗം തന്നെ അവർക്കടുത്തേക്ക് നടന്നു. എഡി, മതിടാ, ഇനിയും അടിച്ചാൽ അവൻ ചത്തുപോകും.
എഡ്ഡിയുടെ കൈയിൻ്റെ ബലത്താൽ മാത്രം ഒരു പഴഞ്ചാക്ക് പോലെ അവശനായി നിൽക്കുന്ന നന്ദനെ നോക്കി അപ്പു പറഞ്ഞപ്പോൾ എഡ്ഡി ക്രോധം നിറഞ്ഞ കണ്ണോടെ അപ്പുവിനെ നോക്കി. മരിക്കണം, ഇവനിനി ജീവിച്ചിട്ട് കാര്യമില്ല. എൻ്റെ പെണ്ണിനെ ഇവൻ എന്ന് ദ്രോഹിച്ചോ അന്നിവൻ്റെ കാലനായി കർത്താവ് നിയോഗിച്ചത് തന്നെയാണ്. അതിന് മാറ്റമില്ല. അത്രയും പറഞ്ഞുകൊണ്ട് എഡ്ഡി നന്ദൻ്റെ അടിവയറ്റിലേക്ക് ചവിട്ടിക്കൊണ്ട് അവനിലുള്ള പിടിവിട്ടപ്പോൾ ഒട്ടാകെ ഒരു വിറയലോടെ ഒന്ന് അലറാൻ പോലും ആകാതെ നരങ്ങിക്കൊണ്ട് നന്ദൻ അവിടെ തന്നെ വീണുപോയി. പിന്നെയും ദേഷ്യമടങ്ങാതെ എഡ്ഡി അവൻ്റെ അരികിലേക്ക് പാഞ്ഞെടുത്തപ്പോൾ അപ്പു വേഗം ചെന്നവനെ പിടിച്ചു വെച്ചു. മതി എഡ്ഡി, ഇപ്പോൾ തന്നെ അവനുള്ളത് നീ കൊടുത്തു കഴിഞ്ഞു. ഇനി വേണ്ട. ഇപ്പോൾ നീ കുഞ്ഞിയുടെ അടുത്തേക്ക് ചെല്ലേ. അവൾ ആകെ പേടിച്ചിരിക്കുകയാവും. അപ്പു പറയുന്നത് കേട്ടപ്പോൾ, ആരുവിനെ പറ്റി കേട്ടപ്പോൾ അത്രയും നേരം വലിഞ്ഞു മുറുകിയിരുന്ന എഡ്ഡിയുടെ മുഖം നിമിഷ നേരം കൊണ്ട് ശാന്തമായി. ആരുവിനെ ഓർത്തുകൊണ്ടവൻ തിരികെ വീട്ടിലേക്ക് നടക്കാനാനു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ നിലത്ത് കിടന്നു പുളയുന്ന നന്ദൻ്റെ അരികിലേക്ക് ചെന്നു. അപ്പോൾ അവൻ വരുന്നത് കണ്ടപ്പോൾ നന്ദൻ പേടിയോടെ ബാക്കിലേക്ക് നിരങ്ങുന്നത് കണ്ട എഡ്ഡി പുച്ഛത്തോടെ അവനെ നോക്കി. നിനക്കൊരു ലാസ്റ്റ് വാർണിംഗ് ഞാൻ തരുന്നില്ല. ഇനിയും എൻ്റെ പെണ്ണിനെ നോവിക്കാൻ അല്ലെങ്കിൽ അവളുടെ നീൾവെട്ടത്തെങ്ങാൻ നീ വന്നാൽ കൊന്നു തള്ളും ഞാൻ. നിന്റെ കാര്യത്തിൽ ഇനിയും ഒരു രണ്ടാം ചിന്ത എന്നിൽ ഉണ്ടാവില്ല, ഓർത്തോ. അത്രയും പറഞ്ഞുകൊണ്ട് എഡ്ഡി അപ്പുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് വേഗത്തിൽ അകത്തേക്ക് നടന്നു. അപ്പോൾ അവൻ പോയി കഴിഞ്ഞപ്പോൾ അപ്പു നന്ദൻ്റെ അടുത്തേക്ക് ചെന്നു. ഇന്നെൻ്റെ കൈ നിന്റെ ദേഹത്ത് പതിയാത്തതിന് ഒരു കാരണമേ ഉള്ളൂ എഡ്ഡി. അവൻ ജീവിച്ചിരിക്കുമ്പോൾ നീ എന്നല്ല ആർക്കും അവളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഇനിയും എൻ്റെ കുഞ്ഞിയെ വേദനിപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ എഡ്ഡിക്കൊപ്പം നിന്നെ ഇല്ലാതാക്കാൻ ഞാനും ഉണ്ടാകും. അവനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അപ്പു ആകെ പകച്ച് കണ്ണു നിറച്ച് നന്ദനെ തന്നെ നോക്കി നിൽക്കുന്ന ശില്പയെ പുച്ഛത്തോടെ ഒന്ന് നോക്കിയ ശേഷം അകത്തേക്ക് നടന്നു. അവൻ അകത്തേക്ക് പോയി എന്ന് കണ്ടപ്പോൾ ശില്പ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച ശേഷം നന്ദൻ്റെ മുഖത്ത് പോലും നോക്കാതെ എങ്ങനെയൊക്കെയോ അവനെ താങ്ങി പിടിച്ചുകൊണ്ട് അവിടെയുള്ള ഒരു ബെഞ്ചിൽ കൊണ്ടിരുത്തി. ശേഷം തന്നെ ഫോണെടുത്ത് ആർക്കോ വിളിച്ച ശേഷം അവൾ അവനെ നോക്കാതെ കുറച്ച് മാറി നിന്നു. നന്ദൻ അപ്പോഴും അത്രയും ക്ഷീണത്തിലായിട്ടും താൻ വിചാരിച്ച പോലെ നടന്നില്ലല്ലോ എന്ന ദേഷ്യത്തിലായിരുന്നു. ഇപ്പോൾ ഈ അവസ്ഥയിലൊന്ന് ഭേദമാവാതെ തന്നെ കൊണ്ടൊന്നും ആവില്ലെന്ന് കണ്ട അവൻ മനസ്സിൽ ശില്പയോട് സ്നേഹം നടിച്ച് തൽക്കാലം ഒന്ന് ഓക്കെ ആവുന്നത് വരെ അവൾക്കൊപ്പം നിൽക്കാമെന്ന് കരുതി. അതുകൊണ്ട് തന്നെ കുറച്ച് നിമിഷത്തിന് ശേഷം വന്ന വണ്ടിയിൽ എതിർപ്പൊന്നും കാണിക്കാതെ നന്ദൻ കയറിയിരുന്നപ്പോൾ അവൻ്റെ പ്രവൃത്തിയിൽ അത്ഭുതത്തോടെ ശില്പയും കൂടെ കയറി. ആ കാർ അവരെയും കൊണ്ട് ദൂരേക്ക് മറഞ്ഞു. ഇതേ സമയം അകത്തേക്ക് കയറി അപ്പു കാണുന്നത് സോഫയിൽ എന്തോ ഓർത്തിരിക്കുന്ന കീർത്തുവിനെയാണ്. അത് കണ്ടപ്പോൾ അവനും അവൾക്കടുത്തായി വന്നിരുന്നപ്പോൾ കീർത്തു ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചോരം ചാഞ്ഞു. എഡ്ഡിയും കുഞ്ഞിയും എവിടെ? കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അപ്പു ചോദിച്ചപ്പോൾ കീർത്തു ആരുവിൻ്റെ മുറിയിലേക്ക് വിരൽ ചൂണ്ടി. പിന്നെ ഒന്നും പറയാതെ അവൻ്റെ കഴുത്തിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. ഒരു കൈ കൊണ്ടവളെ അവനും പൊതിഞ്ഞു പിടിച്ചു. രണ്ടുപേരുടെയും ഉള്ളിൽ പലവിധ ചിന്തകളാൽ അസ്വസ്ഥമായിരുന്നു. ഇതേസമയം ബെഡിൽ കിടക്കുന്ന ആരുവിൻ്റെ മേലേക്ക് അമർന്നുകൊണ്ട് അവളുടെ അധരങ്ങളിൽ തൻ്റെ അധരം ചേർത്ത് വെച്ച് ഭ്രാന്തമായി ചുംബിക്കുകയായിരുന്നു എഡ്ഡി. അവളെ സമാധാനിപ്പിക്കാനായി മുറിയിലെത്തിയ എഡ്ഡി കാണുന്നത് വിതുമ്പിക്കൊണ്ട് തലയും കുനിച്ച് ബെഡിലിരിക്കുന്ന ആരുവിനെയാണ്. അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ അവൻ കുറേ ശ്രമിച്ചുവെങ്കിലും നിറഞ്ഞ കണ്ണുകളോടെ വിതുമ്പുന്ന ചുണ്ടോടെ അവൾ അവൻ്റെ അരികിൽ വരാതെ നിന്നപ്പോൾ എഡ്ഡി അവളുടെ വിതുമ്പുന്ന ചുണ്ടുകൾ കവർന്നെടുക്കുകയായിരുന്നു. ഒന്ന് ശ്വാസമെടുക്കാൻ പോലും സമ്മതിക്കാതെ ആവേശത്തോടെ അവൻ ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം ആരുവിൻ്റെ കഴുത്തിൽ മുഖം അമർത്തി ആഞ്ഞു ശ്വാസം വലിച്ചപ്പോൾ അവളും അതേ അവസ്ഥയിലായിരുന്നു. ബൊമ്മക്കുട്ടി, കാതിൽ അമർത്തി ചുംബിച്ചുകൊണ്ടവൻ വിളിച്ചപ്പോൾ വിറയലോടെ അവൾ അവനെ മിഴികൾ ഉയർത്തി നോക്കി. അപ്പോൾ ആ നിമിഷം അവളുടെ ചുവന്നു വന്ന മുഖവും തൻ്റെ അധരലാടനത്താൽ ചെറുതായി പൊട്ടി ചുവന്നു കിടക്കുന്ന അധരങ്ങളും മിഴിയിലെ വശ്യതയുമൊക്കെ കണ്ടപ്പോൾ എഡ്ഡിയുടെ നിയന്ത്രണം പാടെ നഷ്ടമാവുന്നുണ്ടായിരുന്നു.